ഹായ് ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ +1 കൊമേഴ്സിലെ അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് ചാപ്റ്ററായ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് നോക്കാൻ പോകുന്നത്. തിയറി ഓഫ് അക്കൗണ്ടിംഗ് ഒരു തിയറിറ്റിക്കൽ ബേസ് ഇല്ലാതെ ഒരു വിഷയത്തിനും വികസിക്കാനോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനോ കഴിയില്ല. ഡിഫറെന്റ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് അത് കൂടുതൽ പ്രയോജനകരമാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ അക്കൗണ്ടിംഗ് പ്രോസസ്സിൽ യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും കൊണ്ടുവരാനായിട്ട് ഓവർ ദ ടൈം ഡെവലപ്പ് ചെയ്തെടുത്ത ചില പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ്, റൂൾസ്, ഗൈഡ് ലൈൻസ് എല്ലാം ഉണ്ട്. ഇത് കൂടാതെ രാജ്യത്തെ അക്കൗണ്ടിംഗ് നയങ്ങൾ ഏകീകരിക്കുന്നതിനുള്ള നിയന്ത്രണ സ്ഥാപനമായിട്ടുള്ള ICAI, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ചില അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ നോക്കാനായിട്ട് പോകുന്നത്. അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൽ യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും നിലനിർത്തുന്നതിനായിട്ട് അക്കൗണ്ടിംഗ് പ്രൊഫഷൻ പൊതുവെ അംഗീകരിക്കുന്ന ചില റൂൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ റൂൾസിനെ പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ്സ്, കൺവെൻഷൻസ്, അസംഷൻസ്, മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ നമ്മൾ വിളിക്കുന്നു. പ്രിൻസിപ്പിൾസ് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തനത്തിനുള്ള അല്ലെങ്കിൽ ഒരു ആക്ഷന് വേണ്ടിയിട്ടുള്ള വഴികാട്ടിയോ അല്ലെങ്കിൽ സ്വീകരിച്ചതോ നിർദ്ദേശിക്കപ്പെട്ടതോ ആയ ഒരു പൊതു നിയമം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കുന്നതിലും അതേപോലെ അത് അവതരിപ്പിക്കുന്നതിലും യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിനായിട്ട്, അതുപോലെ ബിസിനസ് ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നതിനും സ്വീകരിച്ച നിയമങ്ങളോ അല്ലെങ്കിൽ മാർഗങ്ങളോ ആണ് GAAP എന്ന് പറയുന്നത്. GAAP പറഞ്ഞാൽ Generally Accepted Accounting Principles. GAAP refers to the rules and guidelines for recording and reporting business transactions, ensuring uniformity in financial statements. അപ്പോൾ അതാണ് GAAP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. GAAP means Generally Accepted Accounting Principles. ഈ പ്രിൻസിപ്പിൾസ് മുൻകാല അനുഭവങ്ങളിൽ നിന്നും റെഗുലേറ്ററി ബോഡീസിൽ നിന്നും ഒക്കെ എവോൾവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് GAAP അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, GAAP refers to the rules and guidelines for recording and reporting business transactions, ensuring uniformity in financial statement. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? GAPന്റെ ഡെഫിനിഷൻ പറയുന്നത്. അടുത്തത് ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്. ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഏതൊരു അക്കൗണ്ടിംഗ് പ്രാക്ടീസിലും ചില ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില ഐഡിയാസ്, അസംഷൻസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യും. ആ ഒരു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ബേസിക് ആയിട്ട് നമ്മൾ ചില ഐഡിയാസും അസംഷൻസും ഒക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഓരോ അക്കൗണ്ട്സും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനത്തെ ചില അസംഷൻസ് അല്ലെങ്കിൽ ചില ഐഡിയാസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി. ഈവൻ ദോ നമ്മളിപ്പോൾ ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ അമൗണ്ട് മുടക്കിയിട്ടാണ് നമ്മൾ ആ ബിസിനസ് തുടങ്ങുന്നത്. നമ്മളാണ് പൈസ മുടക്കുന്നത് എന്നുണ്ടെങ്കിലും അക്കൗണ്ടിങ്ങിന്റെ രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് വേറെ, ഓണർ വേറെ. അതാണ് ബിസിനസ് ഈസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഓണർ എന്ന് പറയുന്നത് വേറൊരാള് എന്നുള്ള ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആണ്. ബിസിനസ് എൻറ്റിറ്റി പറയുന്നത് നമ്മളൊരു സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അടുത്തത് ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ ബിസിനസ് വിൽ ഓപ്പറേറ്റ് ഇൻഡെഫിനിറ്റ്ലി. അതായത് നമ്മൾ ഒരു ബിസിനസിന്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അസംഷൻ വെക്കുകയാണ്, ഈ ബിസിനസ് തുടർന്ന് പോവുകയാണ്, അടുത്ത കാലത്തൊന്നും അത് പൂട്ടിപ്പോകില്ല, അത് തുടർന്ന് ബിസിനസ് നടത്തിക്കൊണ്ടു പോകും എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു അസംഷനിലാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. അടുത്തത് കോസ്റ്റ് കോൺസെപ്റ്റ്. അസെറ്റ്സ് റെക്കോർഡഡ് അറ്റ് പർച്ചേസ് പ്രൈസ്. നമ്മൾ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ പ്രൈസിലാണ് നമ്മൾ അക്കൗണ്ട്സിൽ എമൗണ്ട്സ് എല്ലാം റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ അസറ്റിന്റെ വാല്യൂ എത്രയാണോ ആ എമൗണ്ട് ആണ് നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തിട്ട് തുടർന്ന് അത് ക്യാരി ഫോർവേഡ് ചെയ്ത് പോകുന്നത്. ഒരിക്കലും ആ അസറ്റ് ഇപ്പോൾ ഒരു 5 വർഷം മുന്നേ നമ്മൾ അസറ്റ് വാങ്ങിച്ചത് 5 ലക്ഷം രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സിൽ
അതിന്റെ കോസ്റ്റ് ഗ്രോസ് എമൗണ്ട് പറഞ്ഞ് കാണിക്കുന്നത് എത്രയായിരിക്കും? 5 ലക്ഷം പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഡിപ്രീസിയേഷൻ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് നമ്മൾ കാണിക്കും. പക്ഷെ ഇപ്പൊ ആ ഒരു അസറ്റിന് അല്ലെങ്കിൽ ആ ഒരു മിഷനറിക്ക് എന്താണ് വാല്യൂ എന്നുള്ളത് നമ്മൾ ഒരിക്കലും നമ്മുടെ അക്കൗണ്ട്സിൽ കാണിക്കില്ല. നമ്മൾ പർച്ചേസ് ചെയ്യണ സമയത്ത് എന്താണോ അതിന്റെ പ്രൈസ് ആ എമൗണ്ട് ആയിരിക്കും എന്തിൽ കാണിക്കുന്നുണ്ടാവുക? അക്കൗണ്ട്സിൽ കാണിക്കുന്നുണ്ടാവുക. അടുത്തത് മണി മെഷർമെന്റ്. ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. നമുക്ക് മണിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഇവന്റ്സ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മുടെ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാറുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചു എക്കണോമിക് ഇവന്റ്സും നോൺ എക്കണോമിക് ഇവന്റ്സും പറഞ്ഞു പഠിച്ചു. എക്കണോമിക് ഇവന്റ്സ് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് മണിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതും ആണ് നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും. നോൺ എക്കണോമിക് ഇവന്റ്സ് ഈവൻ ദോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്. മോണിറ്ററി മണി മെഷർമെന്റ്, അതായത് only monetary transactions are recorded. Monetary transactions മാത്രമേ നമ്മുടെ അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ. അടുത്തത് അക്കൗണ്ടിംഗ് പീരീഡ്. financial statements prepared at regular intervals. യൂഷ്വലി ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽസ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വർഷത്തേക്കാണ് ഉണ്ടാക്കാറ്. സേ 1st April തൊട്ടിട്ട് നെക്സ്റ്റ് 31st March വരെ ആയിരിക്കും നമ്മൾ ഒരു ബിസിനസിന്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അതല്ലാതെ ഇന്ററിം ഫിനാൻഷ്യൽസ് പറഞ്ഞിട്ടും പ്രിപ്പയർ ചെയ്യാറുണ്ട്. സേ 3 മാസം കൂടുമ്പോൾ ആ 3 മാസത്തെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ചിലവര് ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ 6 മാസത്തേക്ക് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തേക്കാണ് നമ്മൾ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അക്കൗണ്ടിങ് പറയുന്നത് ഡെയിലി ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒരു വർഷത്തേക്കോ അല്ലാന്നുണ്ടെങ്കിൽ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അടുത്തത് ഡുവൽ ആസ്പെക്ട്സ്. എന്താണ് ഡുവൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ? എവറി ട്രാൻസാക്ഷൻസ് ഹാസ് 2 effects. എല്ലാ ട്രാൻസാക്ഷൻസിനും 2 effects ഉണ്ട് അല്ലേ? ഇപ്പോ നമ്മൾ ഒരു മിഷനറി വാങ്ങിക്കുകയാണ്, സേ 50,000 rupeesന് നമ്മൾ ഒരു മിഷനറി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മിഷനറി നമ്മുടെ ബിസിനസ്സിലോട്ട് വരികയാണ്. അതേസമയം നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോകുന്നുണ്ട്? ആ 50,000 rupeesന്റെ ക്യാഷ് നമ്മുടെ നിന്ന് പോകുന്നുണ്ട്. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് അവിടെ വരുന്നത്. അവിടെ നമുക്ക് മിഷനറി വരുന്നു, അതേപോലെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നു. അപ്പൊ അവിടെ 2 എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഓരോ ട്രാൻസാക്ഷൻസിനും എത്ര എഫക്റ്റ് ഉണ്ടാവും? 2 എഫക്റ്റ് ഉണ്ടാവും. ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിൽ നമ്മളിപ്പോൾ ബിസിനസ് എൻറ്റിറ്റി എന്താണെന്ന് നോക്കി, ഗോയിങ് കൺസേൺ എന്താണെന്ന് നോക്കി, കോസ്റ്റ് കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കി, മണി മെഷർമെന്റ് എന്താണെന്ന് നോക്കി, അക്കൗണ്ടിങ് പീരീഡ്, 12 ആസ്പെക്ട്സ് എല്ലാം എന്താണെന്നുള്ളത് നോക്കി. ഇനി നമുക്ക് അതല്ലാതെയുള്ള കുറച്ച് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് കൂടി ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിലാണ് റവന്യൂ റെക്കഗ്നിഷൻ വരുന്നത്. എന്താണ് റവന്യൂ റെക്കഗ്നിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റവന്യൂ ഈസ് റെക്കോർഡഡ് വെൻ ഏൺഡ്, നോട്ട് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. എപ്പോഴാണോ റവന്യൂ നമുക്ക് ഉണ്ടാവുന്നത് അപ്പൊ വേണം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ചെയ്യുന്നത്. അതല്ലാതെ അതിന്റെ അമൗണ്ട് കിട്ടുമ്പോഴല്ല നമ്മൾ എൻട്രി ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഇന്നിപ്പോ ഒരു സെയിൽസ് നടത്തി, സേ ഒരു 10,000 rupeesന് നമ്മളൊരു സെയിൽസ് നടത്തി. അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറയാണ് അതിന്റെ എമൗണ്ട് വന്നിട്ട് നെക്സ്റ്റ് മന്ത് തരാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യണം? സെയിൽസ് 10,000 rupeesന് സെയിൽസ് 10,000 rupeesന്റെ സെയിൽസ് നടന്നു എന്നുള്ളത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ചെയ്യണം. അതല്ലാതെ എന്നാണോ ഈ സെയിൽ നടന്നതിന്റെ പൈസ കസ്റ്റമർ തരുന്നത് അപ്പോഴല്ല നമ്മൾ എൻട്രി ചെയ്യുന്നത്, എപ്പോഴാണോ നമ്മുടെ സെയിൽസ് നടന്നത്. അതാണ് എപ്പോഴാണോ റവന്യൂ നമ്മൾ ഏൺ ചെയ്തത്, ഇന്നാണ് നമ്മൾ ആ സെയിൽസ് നടത്തിയിട്ട് നമ്മൾ ആ പൈസ സമ്പാദിച്ചത്. ഈവൻ ദോ നമ്മുടെ കയ്യിൽ പൈസ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ അവിടെ സെയിൽസ് നടത്തി കഴിഞ്ഞു അല്ലെ? അപ്പൊ എന്നാണോ നമ്മൾ റവന്യൂ ഏൺ ചെയ്തത് അന്നത്തെ ദിവസം വേണം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ചെയ്യാനായിട്ട്. അതാണ് റവന്യൂ റെക്കഗ്നിഷനിൽ പറയുന്നത്. അടുത്തത് മാച്ചിങ്. എക്സ്പെൻസ് ആർ മാച്ച്ഡ് വിത്ത് ദ റവന്യൂസ് ദേ ഹെൽപ്ഡ് ജനറേറ്റ്. അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസംബർ മന്തിൽ വന്നിട്ട് കുറച്ച് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് അതിനുള്ള ഇൻകം ഒക്കെ കിട്ടി ഡിസംബറിൽ അല്ലെ?
അപ്പൊ ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ആരായിരിക്കും? നമ്മുടെ എംപ്ലോയീസ് ആയിരിക്കും. ഈ എംപ്ലോയീസിന് ഡിസംബർ മന്തിൽ കൊടുക്കുന്ന സാലറി, ഡിസംബറിൽ കൊടുക്കേണ്ട സാലറി നമ്മൾ എപ്പോഴായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? ജാനുവരി ഒരു 5-ാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു 10-ാം തീയതിക്കുള്ളിലായിരിക്കും ഡിസംബർ മാസത്തിലെ സാലറി നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടാവുക. അപ്പോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഡിസംബർ മന്തിലെ സാലറി ആണ് ജാനുവരിയിൽ കൊടുത്തതെന്നുള്ള രീതിക്ക് വേണം എൻട്രി ചെയ്യാനായിട്ട്. കാരണം ആ ഡിസംബർ മന്തിലെ ഇൻകം ഏൺ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത എംപ്ലോയീസിന് കൊടുത്ത എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായ ആ ഒരു എക്സ്പെൻസ് ഏത് മാസത്തിലാണോ എൻട്രി ചെയ്യേണ്ടത് ആ മാസത്തിൽ തന്നെ എൻട്രി ചെയ്യണം. അപ്പൊ ഡിസംബർ മന്തിൽ നമുക്ക് ഇൻകം ഉണ്ടായി, ആ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വന്ന ഒരു എക്സ്പെൻസ് ആണ് എന്ത് പറയുന്നത്? ഈ എംപ്ലോയീസിന് സാലറി കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആ ഡിസംബർ മന്തിൽ തന്നെ സാലറി എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യണം നമ്മൾ. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫുൾ ഡിസ്ക്ലോഷർ. All material and relevant financial facts must be disclosed. ഫിനാൻഷ്യൽ ഫാക്ട്സ്, അതായത് അക്കൗണ്ട്സുമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, അതായത് അതിൽ തുറന്നു കാണിച്ചിരിക്കണം. അതാണ് ഫുൾ ഡിസ്ക്ലോഷർ കൊണ്ട് പറയുന്നത്. അടുത്തത് കൺസിസ്റ്റൻസി. എന്താണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടിങ് പോളിസീസ് ഷുഡ് ബി യൂണിഫോം ഓവർ ടൈം ഫോർ കമ്പാരബിലിറ്റി. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏത് അക്കൗണ്ടിങ് പോളിസീസ് ആണോ അഡോപ്റ്റ് ചെയ്യണത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് അത് തന്നെ ആയിരിക്കണം എല്ലാ വർഷവും നമ്മൾ ഫോളോ ചെയ്ത് പോവാനായിട്ട്. എന്നാൽ മാത്രമേ ഒരു വർഷത്തെ മറ്റൊരു വർഷമായിട്ട് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അക്കൗണ്ടിങ് പോളിസി ഷുഡ് ബി യൂണിഫോം ഓവർ ടൈം ഫോർ കമ്പാരബിലിറ്റി. കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഏത് അക്കൗണ്ടിങ് പോളിസിയാണ്, പലതരത്തിലുള്ള അക്കൗണ്ടിങ് പോളിസീസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ ഏത് അക്കൗണ്ടിങ് പോളിസി ആണോ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിച്ചിരിക്കുന്നത് അതേ പോളിസീസ് തന്നെ ആയിരിക്കണം വരും വർഷങ്ങളിലും ഫോളോ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. അതാണ് കൺസിസ്റ്റൻസിയിൽ പറയുന്നത്. അടുത്തത് കൺസർവേറ്റിസം. ആന്റിസിപ്പേറ്റ് ഓൾ ലോസസ് ബട്ട് ഓൺലി റെക്കോർഡ് റിയലൈസ്ഡ് ഗെയിൻസ്. ബിസിനസ്സിന് അപ്രതീക്ഷിതമായിട്ട് ചില നഷ്ടങ്ങളും ലാഭങ്ങളും എല്ലാം ഉണ്ടാവും അല്ലെ? ഇപ്പോ നമുക്ക് തോന്നുകയാണ് എന്തെങ്കിലും ഒരു നഷ്ടം നമുക്ക് വരികയാണ്, സപ്പോസ് ഇപ്പൊ നമ്മുടെ ബിസിനസിന്റെ പേരിൽ ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനിപ്പോ നഷ്ടപരിഹാരമായിട്ട് നമുക്കൊരു 5,000 റുപ്പീസോ മറ്റും കൊടുക്കേണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ആന്റിസിപ്പേറ്റ് ചെയ്യണം. ആ നഷ്ടം നമുക്ക് ഉണ്ടാവും പറഞ്ഞാൽ ആന്റിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നഷ്ടം വരുന്ന കാര്യങ്ങൾ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. പക്ഷെ ഗെയിൻസ് എന്തെങ്കിലും ഇതേപോലെ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നില്ല. ഇപ്പോ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗെയിൻസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്കത് മുൻകൂട്ടി സപ്പോസ് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു എമൗണ്ട് വന്നേക്കാം, അങ്ങനെ ഒരു ഗെയിൻ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞിട്ട് ഗെയിൻസിന്റെ മാത്രം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ലോസസ് അങ്ങനെ എന്തെങ്കിലും ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. അടുത്തത് മെറ്റീരിയാലിറ്റി. ഫോക്കസ് ഓൺ ഫാക്ട്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് യൂസേഴ്സ് ഡിസിഷൻ. അതായത് നമ്മുടെ അക്കൗണ്ട്സിന് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു അല്ലെ? ഇന്റേണൽ യൂസേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളും നമ്മുടെ അക്കൗണ്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് ആണ് എന്ത് പറയുന്നത്? ഒബ്ജക്ടിവിറ്റി. ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഫ്രീ ഫ്രം ബയാസ് സപ്പോർട്ടഡ് ബൈ വെരിഫയബിൾ ഡോക്യുമെന്റ്സ്. അതായത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റില്ലാത്തതായിരിക്കണം, തെറ്റുകൂടാതെയുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാനായിട്ട്. അതേപോലെ ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മളൊരു സെയിൽസ് നടന്നു പറഞ്ഞിട്ട് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സെയിൽസിന്റെ ബില്ല് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അത് ക്രോസ് ചെക്ക് ചെയ്യാനും മറ്റുമായിട്ട്. അല്ലാതെ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തു പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കാണിക്കുകയാണെങ്കിൽ അതിന്റെ പർച്ചേസ് ബില്ല് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. എംപ്ലോയീസിന് സാലറി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പേ സ്ലിപ്പിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴും തെറ്റുകൂടാതെ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സിസ്റ്റംസ് ആൻഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം നമുക്ക് എന്ത് നോക്കാം? സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് നോക്കാം.
രണ്ട് തരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ട്. ഒന്ന് ഡബിൾ എൻട്രി സിസ്റ്റവും പിന്നെ ഒന്ന് സിംഗിൾ എൻട്രി സിസ്റ്റവും ഉണ്ട്. ആദ്യം ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ എന്താണ് പറയുന്നത്? റെക്കോർഡ്സ് both aspects of every transaction, ensuring accuracy and reliability. It is based on dual aspect principle. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് രണ്ട് ആസ്പെക്ട്സ് വരും. ഒരു റിസീവിങ് ആസ്പെക്ട്സും വരും, അതേപോലെ ഒരു ഗിവിങ് ആസ്പെക്ട്സും വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആ മെഷീനറി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിസീവിങ് ആസ്പെക്ട്സും ഉണ്ട്, അതേപോലെ ഗിവിങ് ആസ്പെക്ട്സും ഉണ്ട്. എന്താണ് റിസീവിങ് ആസ്പെക്ട്സ്? നമുക്ക് എന്താണ് കിട്ടുന്നത് മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ? നമുക്കൊരു അസറ്റാ, മെഷീനറി എന്നുള്ള ഒരു അസറ്റ് ആണ് നമുക്ക് റിസീവ് ആവുന്നത്. പിന്നെ ഗിവിങ് ആസ്പെക്ട്സ്, ആ മെഷീനറി പർച്ചേസ് ചെയ്തതിലൂടെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? അതിനുള്ള ക്യാഷ്, മണി, അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഗിവിങ് ആസ്പെക്ട്സും വന്നു. അപ്പൊ ഒന്നിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒന്നിനെ ക്രെഡിറ്റ് ചെയ്യും അല്ലെ? മെഷീനറിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷിനെ അല്ലെങ്കിൽ ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും വന്നു, ക്രെഡിറ്റ് ആസ്പെക്ട്സും വന്നു. അതാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പറയുന്നത്. ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് കുറച്ചും കൂടി നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും. അതിലുള്ള ഇൻഫോർമേഷൻസ് കൂടുതൽ അക്യുറേറ്റ് ആയിരിക്കും. അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് വരാനുള്ള ചാൻസസ് കുറവാണ്. അതേപോലെ തന്നെ നമുക്ക് അതിനെ കൂടുതൽ റിലൈ ചെയ്യാനായിട്ടും സാധിക്കും. ഈ പറഞ്ഞ പോലെ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ആയിട്ടാണ് അക്കൗണ്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ചെയ്തതിൽ വല്ല മിസ്റ്റേക്കും ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും? നമ്മളൊരു ട്രയൽ ബാലൻസ്, TB, എന്താണ് ട്രയൽ ബാലൻസ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, പിന്നീട് പഠിക്കാം. ട്രയൽ ബാലൻസിന് ഒരു ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ ഏതൊക്കെ അക്കൗണ്ട്സിനാണ് ഡെബിറ്റ് ബാലൻസ് ഉള്ളത്, ഏതൊക്കെ അക്കൗണ്ട്സിനാണ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് എന്നൊക്കെ ട്രയൽ ബാലൻസിൽ എഴുതിയിട്ട് ലാസ്റ്റ് ഈ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ അത് ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട്സിൽ തെറ്റൊന്നുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അത് ടാലി ആയില്ല എന്ന് വെക്കുക, ഡിഫറൻസ് വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എൻട്രി സിസ്റ്റം ആണെന്നുണ്ടെങ്കിലോ, ഇറ്റ്സ് ആൻ ഇൻകംപ്ലീറ്റ് ആൻഡ് അൺസിസ്റ്റമാറ്റിക് മെത്തേഡ് primarily maintaining personal accounts and cash book, less reliable but simple for small firms. Single entry system of accounting വന്നിട്ട് ഏതെങ്കിലും ഒരു ആസ്പെക്ട് മാത്രമേ അതിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ രണ്ട് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യായിരുന്നു, ഗിവിങ് ആസ്പെക്റ്റും റിസീവിങ് ആസ്പെക്റ്റും നമ്മൾ റെക്കോർഡ് ചെയ്യായിരുന്നു. പക്ഷെ സിംഗിൾ എൻട്രിയിൽ ഏതെങ്കിലും ഒരു ആസ്പെക്ട്സ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. മോസ്റ്റ്ലി ക്യാഷ് ബുക്ക് മാത്രം, അല്ലെങ്കിൽ ക്യാഷിന് വരുന്ന ചെലവുകൾ മാത്രമായിരിക്കും അവര് റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ടാവുക. ബാക്കി നമുക്ക് അസറ്റ് വന്നതോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലയബിലിറ്റി ഉണ്ടായ കാര്യങ്ങളോ ഒന്നും അതിൽ റെക്കോർഡ് ചെയ്യണം എന്നില്ല. അപ്പൊ കുറച്ചും കൂടി ഈ രണ്ട് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ കൂടുതൽ റിലയബിൾ, അക്യുറസി, എറേഴ്സ് കുറവുള്ളത് കൂടുതലും ഏതിനായിരിക്കും? ഡബിൾ എൻട്രി സിസ്റ്റത്തിനായിരിക്കും കൂടുതൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം സ്മോൾ ഫേംസിനും അതേപോലെ ബിഗ് ഫേംസിനും യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. നമുക്ക് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും രണ്ട് തരത്തിലുണ്ട്. ക്യാഷ് ബേസിസും ഉണ്ട്, അക്രൂവൽ ബേസിസും ഉണ്ട്. എന്താ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഓൺലി വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ എപ്പോഴാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക? എപ്പോഴാണോ ക്യാഷ് പേ ചെയ്തത് അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് ക്യാഷ് കിട്ടിയത് ആ സമയത്ത് മാത്രമേ നമ്മൾ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് ഇൻകോമ്പാക്റ്റബിൾ വിത്ത് ദ മാച്ചിങ് പ്രിൻസിപ്പിൾ. നമ്മൾ മാച്ചിങ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിച്ചു അല്ലെ? അപ്പോൾ ഈ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഫോളോ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാച്ചിങ് പ്രിൻസിപ്പിളിനുമായിട്ട് അത് യോജിച്ച് പോവില്ല. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്താണ് പറയുന്നത്? റവന്യൂസ് and cost recognized when they occur, regardless of cash flow, more appropriate for calculation. അതായത് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ എന്താണെന്ന് പറയുന്നതെങ്കിൽ എപ്പോഴാണോ ആ എക്സ്പെൻസ് ഉണ്ടായത് അല്ലെങ്കിൽ എപ്പോഴാണോ ആ ഒരു റവന്യൂ ഉണ്ടായത് അപ്പൊ തന്നെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും. സെയിൽസിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു സെയിൽ നടത്തി, ആ സെയിൽ നടത്തിയിട്ട് കസ്റ്റമർ പറയുകയാണ് ഇതിലുള്ള എമൗണ്ട് നമ്മൾ നെക്സ്റ്റ് മന്ത് തരാന്ന് പറയുകയാണ്. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ എപ്പോഴാണോ ക്യാഷ് കിട്ടി അപ്പം മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ.
പക്ഷെ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വൺസ് ആ സെയിൽ നടന്നു കഴിഞ്ഞാൽ ഈവൻ ദോ ക്യാഷ് നമുക്ക് പിന്നീടാണ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ നടന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു എൻട്രി അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ചെയ്യും. ഇപ്പോ എംപ്ലോയീസിന് നമ്മൾ സാലറി കൊടുക്കുകയാണ്. ഡിസംബറിൽ വർക്ക് ചെയ്തതിന് നമ്മൾ എംപ്ലോയീസിന് എപ്പോഴായിരിക്കും സാലറി കൊടുക്കുന്നുണ്ടാവുക? നെക്സ്റ്റ് മന്ത് ആയിരിക്കും സാലറി കൊടുക്കുന്നുണ്ടാവുക. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഡിസംബറിൽ അവർ വർക്ക് ചെയ്തതിനുള്ള സാലറിയാണ് നമ്മൾ അടുത്ത മാസം കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു എക്സ്പെൻസ് ഏത് മാസത്തിന് ഉള്ളതാണ്? ഡിസംബർ മന്തിനുള്ളതാണ് അല്ലെ? ഡിസംബർ മാസത്തിൽ വന്നതാണ്. അപ്പൊ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ആ സാലറി നമ്മൾ ഡിസംബർ 31 സാലറി കൊടുക്കാനുണ്ട് പറഞ്ഞിട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ചെയ്യും. പക്ഷെ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈവൻ ദോ ഡിസംബർ മന്തിലേക്കുള്ള സാലറി ആണ് നമ്മൾ ജാനുവരി കൊടുക്കണമെന്നുണ്ടെങ്കിലും ജാനുവരിയിൽ എന്നാണോ നമ്മൾ ആ സാലറി കൊടുക്കുന്നത് അന്നത്തെ ദിവസം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എൻട്രി ചെയ്യുള്ളൂ. അതാണ് ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. നമുക്ക് ഇതിൽ കുറച്ചും കൂടി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കറക്റ്റ് നമ്മുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ മാച്ചിങ് പ്രിൻസിപ്പിളിന് യോജിച്ചു പോകുന്നത് അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നിഷനുമായിട്ട് യോജിച്ചു പോകുന്നത് എല്ലാം ഈ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് കൂടുതലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സുമായിട്ട് യോജിച്ചു പോകുന്നത് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസിന്റെ റെക്കഗ്നിഷൻ, മെഷർമെന്റ്, അതിന്റെ ട്രീറ്റ്മെന്റ്, പ്രസന്റേഷൻ, ഡിസ്ക്ലോഷർ എന്നിവയുടെ ഒരു പോളിസി ഡോക്യുമെന്റ് ആണ്. രാജ്യത്ത് അക്കൗണ്ടിങ് നിയമങ്ങൾ ഏകീകരിക്കുന്നതിനുള്ള നിയന്ത്രണ സ്ഥാപനമായ ICAI, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ഇഷ്യൂ ചെയ്തിട്ടുള്ളതാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നതിലൂടെ അക്കൗണ്ടിങ് പ്രാക്ടീസിൽ യൂണിഫോമിറ്റി, റിലയബിലിറ്റിയും അതേപോലെ കമ്പാരബിലിറ്റിയും എൻഷുർ ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? ഇറ്റ് ഈസ് എ റിട്ടൺ പോളിസി ഡോക്യുമെന്റ്സ് issued by the ICAI to ensure uniformity in accounting practice, ensuring reliability, comparability of financial statements. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നതിലൂടെ ബെനിഫിറ്റ്സും ഉണ്ട്, അതേസമയം ലിമിറ്റേഷൻസും ഉണ്ട്. ഒരു കോയിന് രണ്ട് വശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് ചില ബെനിഫിറ്റ്സും ഉണ്ട്, അതേപോലെ ചില ലിമിറ്റേഷൻസും ഉണ്ട്. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? എലിമിനേറ്റ്സ് വേരിയേഷൻസ് ഇൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും ഇങ്ങനെ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻസിനെയും ട്രീറ്റ് ചെയ്യുന്ന വിധം പലതരത്തിലാവാം. അപ്പോൾ ആ ഒരു വേരിയേഷൻസ്, ആ ഒരു വ്യത്യാസം ഇല്ലാതാക്കുന്നത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നതിലൂടെയാണ്. കാരണം ഒരേ സ്റ്റാൻഡേർഡ് തന്നെയാണ് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വേരിയേഷൻ അവിടെ ഉണ്ടാവില്ല. പിന്നെ അതേപോലെ റിക്വയർസ് ഡിസ്ക്ലോഷർ ഓഫ് യൂസ്ഫുൾ ഇൻഫോർമേഷൻ. ചിലപ്പോൾ നിയമങ്ങൾ പറയുന്നുണ്ടാവില്ല ചില ഇൻഫോർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത്, അതായത് വെളിപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ നിയമങ്ങൾ ചില കാര്യങ്ങളിൽ പറയുന്നുണ്ടാവില്ല. പക്ഷെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ഓരോ സ്റ്റാൻഡേർഡ്സിലും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ, അക്കൗണ്ടിങ്ങിന് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്, എക്സ്റ്റേണൽ യൂസേഴ്സും ഇന്റേണൽ യൂസേഴ്സും ഉണ്ട് പറഞ്ഞില്ലേ. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത് കർശനമായിട്ടും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട്സിന്റെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പറയുന്നത് ഫെസിലിറ്റേറ്റ് കമ്പാരബിലിറ്റി, അതായത് ഇൻട്ര ആൻഡ് ഇന്റർ കമ്പനി കമ്പാരിസൺ അവിടെ സാധിക്കുന്നതാണ് പറയുന്നത്. എല്ലാ കമ്പനീസും ഒരേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒരേ രീതിയിലുള്ള ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ യൂസേഴ്സിന്, വെദർ ഇന്റേണൽ യൂസേഴ്സ് ആയിക്കോട്ടെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ഫിനാൻഷ്യൽസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് ബിസിനസിന്റെ അക്കൗണ്ട്സ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതേപോലെ ബിസിനസിന്റെ അകത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും പുറത്തുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഈ കമ്പാരബിലിറ്റി കുറച്ചും കൂടി ഈസി ആവും ഈ പറഞ്ഞ പോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാവരും ഫോളോ ചെയ്യുന്നതിലൂടെ. ഇനി അതിന് ഉള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് റിജിഡ് ആയിട്ട് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഇതിന് ഒരു അയവും എവിടെയും പറയുന്നില്ല. അതേപോലെ തന്നെ നിയമം ലംഘിച്ച് ചെയ്യാന്നുള്ളതും നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റില്ല.
അതേപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുമ്പോൾ ഓരോ സ്റ്റാൻഡേർഡ്സിലും ചിലപ്പോൾ 1-2 ചോയ്സ് ഒക്കെ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നമുക്ക് എ ചൂസ് ചെയ്യുക, ബി ചൂസ് ചെയ്യുക, സി ചൂസ് ചെയ്യുക പറഞ്ഞിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ഡിഫിക്കൽട്ടി ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ബേസിക് ആയിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നോക്കിയത്.